ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ബാബു, ബേബി, ബെൻ, ബെവിൻ ആൻഡ് ബെനിൽ, ടൊറന്റോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവും ദൈവമേ, വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, ഈ കോവിഡ് പ്രതിരോധ പ്രതിവിധി ശുശ്രൂഷ എത്രത്തോളം അങ്ങ് കാത്തു സൂക്ഷിച്ച അവിടുത്തെ ദയക്കായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഇന്നുവരെയും ഉള്ളം കയ്യിൽ പരിപാലിക്കുകയും അവിടെ കൂടാരങ്ങൾക്ക് കാവൽ നിൽക്കുകയും അവരുടെ കുഞ്ഞുങ്ങളെ അവർക്കുള്ള സകലത്തിനെയും വേലി കെട്ടി സൂക്ഷിക്കുകയും ചെയ്ത അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ടും സ്തോത്രം. ഈ രാത്രി ഞങ്ങൾ അവിടുത്തെ സവിധത്തിലേക്ക് കടന്നു വരുന്നു. അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, അവിടുന്ന് ഞങ്ങളെ കാവൽ ചെയ്യണമേ. കർത്താവെ, ഈ മഹാമാരിയിൽ പെടുവാനിടയാകാതെ വണ്ണം അവിടുന്ന് ഞങ്ങളുടെ കൂടാരങ്ങൾക്ക് തണലും കാവലുമായിരുന്നു ഞങ്ങളെ വഴി നടത്തണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടനെ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലും കൊണ്ട് സൂക്ഷ്മിപ്പാൻ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ, ഈ ശുശ്രൂഷകളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണമേ. നമുക്ക് ആദ്യമായി പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായിട്ട് പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യങ്ങളില്ല. ലഭിക്കുന്ന എല്ലാവരുടെയും പേരുകൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് നമ്മുടെ തിങ്കളാഴ്ച നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ കൃത്യം 8:30 മണിക്ക് നടത്തപ്പെടുന്ന ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഈ ദേവാലയത്തിൽ വെച്ച് നടത്തുന്ന പ്രേയർ സോണിൻ്റെ പ്രാർത്ഥനകളിലും അവ പ്രത്യേകമായിട്ട് ഓർക്കപ്പെടുന്നു എന്നുള്ളത് പ്രസ്താവ്യമാണ്. നമുക്ക് പൊതുവായിട്ട് എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഒന്നാമതായി, നാം ഒരു കോവിഡ് മഹാമാരിയിലൂടെ കടന്നു പോവുകയാണ്. വാക്സിൻസൊക്കെ കണ്ടുപിടിച്ചു, അതിൻ്റേതായിട്ടുള്ള ഉപയോഗം തുടങ്ങി എന്ന് പറഞ്ഞിരുന്നാലും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളൊക്കെ ഇനിയും നാം കാത്തിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല കമ്പനികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വാക്സിൻസ് ഏറ്റവും ഫലപ്രദമായി ഉപയുക്തമാക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം അത് ഫലപ്രാപ്തിയുള്ളതാക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് വാക്സിൻ കണ്ടുപിടിച്ചാലും കർത്താവിൻ്റെ കരമില്ലെങ്കിൽ ഒന്നും നടക്കുവാൻ കഴിയുകയില്ല. വാക്സിൻ കണ്ടുപിടിച്ച ശേഷം ഉടൻ നമുക്ക് ലഭിച്ച വാർത്ത കോവിഡിൻ്റെ പുതിയ ഒരു ജനിതക രൂപം കണ്ടെത്തിയെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പുതിയ രൂപം, ന്യൂ സ്ട്രെയിൻ. അപ്പോൾ മാസങ്ങൾക്ക് മുൻപ് കണ്ടുപിടിച്ച വൈറസിൻ്റെ പ്രതിവിധിക്കായിട്ട്, പ്രതിരോധത്തിനായിട്ട് നിർമ്മിച്ച വാക്സിൻ ഇതിന് ഫലപ്രദമാകുമെന്ന് പോലും സംശയമുണ്ട്. അപ്പോൾ മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ ദൈവം അടുത്ത പടിയായിട്ട് തന്നെ ഇതിനെ മുൻപോട്ട് നടത്തുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ വാക്സിൻ കണ്ടുപിടിച്ചു, അത് ജനുവരിയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഉപയുക്തമാക്കുവാൻ തക്കവണ്ണം കാര്യങ്ങൾ ക്രമീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാ പുതിയൊരു സ്ട്രെയിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രവർത്തിക്കേണ്ട ദൈവമാണ്. ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കോടാനുകോടി ജനങ്ങൾക്ക് കവചമായി കാവലായി ഈ വാക്സിൻ തീരുവാൻ തക്കവണ്ണം, ഏത് വാക്സിനായിരുന്നാലും അത് തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡ് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം മുൻപോട്ട് പോകുന്നത്. ബ്രിട്ടനിൽ എല്ലാവിധമായ ട്രാൻസ്പോർട്ടേഷനും അടച്ചിരിക്കുകയാണ്. അത്ര പെട്ടെന്ന് വ്യാപിക്കുന്നു. ഈ പുതിയ വേരിയൻ്റ് എന്ന് പറയുന്നത് ശീഘ്രവ്യാപനം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം എവിടെ ആയിരുന്നാലും കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതാണ്. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. യഹോവ നമ്മുടെ പരിപാലകൻ. അപ്പോൾ രാത്രിയിലും പകലിലും അവൻ നമുക്ക് കാവലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാവലാണ്. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുത്ത് വരികയില്ല. ആരുടെ കൂടാരത്തിനടുത്ത് വരികയില്ല. സങ്കീർത്തനം വായിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് അവൻ കാവലാണ്, അവൻ പരിചയമാണ്, അവൻ പലകയാണ്. ഒരു ബാധ അവരുടെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥനയുടെ അടുത്ത് വരാം. പ്രത്യേകിച്ച് ഈ കോവിഡ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട്
ദിവസേന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദൈവം അത്ഭുതകരമായി വന്നവരെല്ലാം കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നാലും ഇവിടെ ലഭിക്കുന്ന പ്രാർത്ഥനാ റിക്വസ്റ്റ് മാത്രമല്ല, ഞാൻ അറിയാതെ എത്രയോ ആയിരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ ദൈവം അവരെ സൂക്ഷിക്കുന്നു. അനേക രാജ്യങ്ങളിൽ പങ്കെടുക്കുന്നു എന്നാണ് നാം ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവം അവരെ അറിയുന്നു, ദൈവം അവരെ വഴി നടത്തുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാത്രമല്ല, അനേക സഹോദരങ്ങൾ ഈ കോവിഡ് ശുശ്രൂഷയിലായിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ രോഗങ്ങൾ അവരെ ബാധിക്കാതിരിക്കുവാൻ തക്കവണ്ണം അവർക്ക് യഹോവ കാവലായിരിക്കുന്നതിനായിട്ട്, കവചമായിരിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. തുറന്നിട്ട് അടയ്ക്കുന്ന അവസ്ഥ പലയിടത്തു നിന്നും നടക്കുന്നുണ്ട്. പല വാർത്തകൾ വരുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പിടിക്കുന്നതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പല അവസ്ഥകളാണ് ഇതിന് സംജാതമായിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും കിട്ടുന്ന വാർത്തയനുസരിച്ച് ചെറുപ്പക്കാരെ ഇത് ബാധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നാനാവിധമായ പ്രവർത്തനങ്ങളിൽ നിന്നും ദൈവം രക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവരുടെ വേദനകൾക്ക് ആശ്വാസം നൽകുവാൻ, സൗഖ്യം നൽകുവാൻ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റ് നാനാവിധ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കോവിഡ് രോഗം കൊണ്ട് മാത്രമല്ല അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്, അത് ശരീരത്തിൻ്റെ ക്ലേശം നിറഞ്ഞ അവസ്ഥകളിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ഭാരങ്ങൾ വളരെ കൂടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ജോലികൾ വീണ്ടും ധാരാളമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജോലിയില്ലാത്ത അനേക സഹോദരങ്ങൾ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് സാമ്പത്തികമായിട്ടുള്ള തകർച്ചയിൽ നിന്ന് അനേകരെ രക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി കിട്ടിയോ അല്ലാതെയോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സാമ്പത്തികമായ തകർച്ചയിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുടക്കാതെ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനനുസരണമായ ജോലികൾ ദൈവം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത ദമ്പതിമാർ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുഴുവനായിട്ട് പ്രാർത്ഥിച്ച അനേകം ദമ്പതികളുണ്ട്. ഈ പുതിയ വർഷമെങ്കിലും കർത്താവ് അവരുടെ കരുണ തോന്നുന്നതിനായിട്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ കണ്ണുനീര് ഫലപ്രദമായി തീരുവാൻ, ദൈവത്തിന് മനസ്സലിയുവാൻ, ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകുവാൻ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാകും. ദൈവത്തോട് പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിവാഹം നടക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട് ഒരുപാട് സഹോദരങ്ങൾ എഴുതുന്നുണ്ട്. കർത്താവ് ഈ മഹാമാറ്റ നടുവിലും അവരെ മറക്കാതെ അവരുടെ വിവാഹങ്ങൾ നടക്കുവാൻ തക്കവണ്ണം വഴി തുറക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മദ്യപാനം മൂലം കുടുംബജീവിതങ്ങൾ തകർക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവർക്ക് മാനസാന്തരം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പലവിധമായ മാനസിക സംഘർഷങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പൈശാചിക ബന്ധനത്താൽ വേദനിക്കുന്ന സഹോദരങ്ങളുണ്ട്. കർത്താവ് അവരെ വിടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വേൾഡ് ടു വേൾഡ് ടെലിവിഷന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ മറ്റൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഈ എളിയ ശുശ്രൂഷ ഓർത്ത് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള കരുത്തും ബലവും കൃപയും വിലയിന്ന എനിക്ക് നൽകുന്നതിന് വേണ്ടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പതിനായിരങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അനുഗ്രഹമായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ, സമാധാനമായി തീരുവാൻ, സാന്ത്വനമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിനെ എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 10 മാസക്കാലവും ഞാനിത് പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ മുൻപോട്ട് പോകുന്തോറും ഉള്ള അനേകമായ പ്രതിസന്ധികളുടെ നടുവിലും പ്രതിബന്ധങ്ങളുടെ നടുവിലും അതിനെ മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഉള്ള കരുത്ത് നൽകുന്നതോടൊപ്പം
ഈ പ്രതിസന്ധികളെയും തടങ്കൽപ്പാറ ഉടച്ചു നീക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ കണ്ണുനീരാണ് കർത്താവിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നത്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഭവനങ്ങൾ പണിയാൻ ആരംഭിച്ച് ഇടയ്ക്ക് വെച്ച് ഭവന പണി നിന്ന് പോയിട്ടുള്ളവരുണ്ട്. വളരെ 21-ലെങ്കിലും അതെങ്ങനെയും ഒന്ന് പൂർത്തിയാക്കുവാൻ വഴി തുറക്കുന്നതായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. ദൈവമാണ് വഴികൾ തുറക്കേണ്ടത്. പല പ്രതീക്ഷകളോടെ ലോണൊക്കെ എടുത്ത് ആരംഭിച്ചതാണ്. ലോണും കൊടുക്കാൻ കഴിയുന്നില്ല, പണി തുടരുവാനും കഴിയാത്ത ഒരുപാട് സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികളിലൊക്കെയും കർത്താവ് പ്രവർത്തിക്കണം. ചില ഭൂമികൾ വിറ്റ് കിട്ടാനായിട്ട് പലരും പ്രാർത്ഥിക്കുന്നു. കാരണം കടഭാരങ്ങൾ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, ഭൂമിയൊക്കെ ഉണ്ട്, അത് വിൽക്കുവാൻ തക്കവണ്ണം തടസ്സങ്ങളാണ്. നമുക്കറിയാം, സാമ്പത്തിക മാന്ദ്യത്തിൽ ഭൂമി വിൽക്കുവാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ദൈവജനത്തിന് ഒരു നന്മയ്ക്കും കുറവില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം മുൻപോട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ സാധ്യമാകും. യോർദാൻ നദിയുടെ തീരത്ത് യോശുവയും ഇസ്രായേൽ മക്കളും വന്നു. യോർദാൻ നദി എങ്ങനെ കടക്കുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടും. ചങ്ങാടം കെട്ടി അക്കരെ കടക്കാൻ സാധ്യമല്ല. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നദി. എന്താണ് ചെയ്തത്? ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ അത്യുന്നതനായ ദൈവം അവർക്ക് മറുപടി നൽകി. അവരുടെ കാൽച്ചുവട് മുൻപോട്ട് വെച്ചപ്പോൾ യോർദാൻ നദിയിൽ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ തൊട്ടപ്പോൾ യോർദാൻ നദി പിളർന്നു. ഇന്ന് നാം കാണുന്നത് കാൽച്ചുവട് വെക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിനു വേണ്ടി ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയത്തില്ല. പക്ഷേ ലഭിക്കേണ്ടത് വലിയ വലിയ കാര്യങ്ങളാണ്. അതിനെവിടെയെല്ലാം പ്രാർത്ഥനാപേക്ഷ അയക്കാമോ ഒരു മടിയും കൂടാതെ അയക്കും. പ്രത്യേകിച്ച് ആധുനിക സംവിധാനങ്ങളിൽ, ഇൻ്റർനെറ്റിൻ്റേതായിട്ടുള്ള അതിപ്രസരത്തിൽ അതൊക്കെ സാധിക്കും. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഭവനങ്ങൾക്കും ഇൻ്റർനെറ്റ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അത് വളരെ അത്യന്താധുനികമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്കൊരു മുടക്കും ഒരു മെനക്കേടുമില്ല. കർത്താവിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥന അപേക്ഷകൾക്ക് വേണ്ടി വേദനയിലും കഷ്ടത്തിലും നഷ്ടത്തിലും ദുരിതത്തിലുമായിരിക്കുന്ന സഹോദരങ്ങളാണ് അപേക്ഷിക്കുന്നത്. അല്ല, സുഖമുള്ളവരാരും വിളിക്കാറില്ലല്ലോ, സുഖമുള്ളവരാരും പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കാറില്ല. ജീവിതയാത്രയിൽ തകർന്നവരും തളർന്നവരുമായിരിക്കുന്നവർ, മുന്നോട്ട് പോകാൻ മാർഗമില്ലാത്തവർ, മറ്റാരോടും ഒന്ന് പറയാൻ ഒന്ന് ഷെയർ ചെയ്യുവാൻ കഴിയാത്തവർ, അവരാണ് വിളിക്കുക. ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചൂടുകൂടി മുന്നോട്ട് വെക്കേണ്ടിയിരിക്കുന്നു. ആ ചൂട് വെക്കുമ്പോഴാണ് ദൈവം വാതിലുകൾ തുറക്കുന്നത്. അനേകർക്ക് ദൈവം വാതിൽ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അപ്രകാരം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രയാസമോ കോവിഡിൻ്റെ കെടുതിയൊന്നും അതിന് വിഷയമല്ല. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയുമ്പോഴാണ് കോവിഡിനെയോ ജീവിഡിനെയോ ഒന്നും ഭയപ്പെടാതെ, ഏത് പേമാരെയും ഭയപ്പെടാതെ യേശുക്രിസ്തുവിന് വേണ്ടി തലയുയർത്തുമ്പോൾ, കാലുകൾ മുൻപോട്ട് വെക്കുമ്പോഴാണ് കർത്താവ് നിന്നെ കോരിയെടുത്ത് കരം പിടിച്ച് മുൻപോട്ട് നടത്തുന്നത്. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അത് നിങ്ങൾ തുടർന്ന് കേൾക്കാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാർമേഘത്തിനിരുളിൽ കൊടുങ്കാറ്റിൻ നടുവിൽ യേശുവൻ വെളിച്ചമായി കോട്ടയായി കാത്തിടും. യേശുവൻ വെളിച്ചമായി കോട്ടയായി കാത്തിടും. യേശുവന്റെ സങ്കേതമാം എന്റെ കോട്ടയും യേശുവത്രേ. യേശുവന്റെ സങ്കേതമാം എന്റെ കോട്ടയും യേശുവത്രേ. അല്ലലില്ലാവലിൽ യേശുവന്റെ രക്ഷകൻ, അല്ലലില്ലാവലിൽ യേശുവന്റെ രക്ഷകൻ. കാർമേഘത്തിനിരുളിൽ കൊടുങ്കാറ്റിൻ നടുവിൽ യേശുവൻ വെളിച്ചമായി കോട്ടയായി കാത്തിടും. യേശുവൻ വെളിച്ചമായി കോട്ടയായി കാത്തിടും. പ്രതിസന്ധി പെരുകുമ്പോൾ പ്രതികൂലമേറുമ്പോൾ പാരിലൻ പ്രയാണത്തിൽ
പ്രതിബന്ധം നിറയുമ്പോൾ, പ്രതിസന്ധി പെരുകുമ്പോൾ, പ്രതികൂലമേറുമ്പോൾ, പാരിലൻ പ്രയാണത്തിൽ പ്രതിബന്ധം നിറയുമ്പോൾ, യേശുവിന്റെ സങ്കേതമാം എന്റെ കോട്ടയും യേശുവത്രേ. യേശുവിന്റെ സങ്കേതമാം എന്റെ കോട്ടയും യേശുവത്രേ. അല്ലലില്ലാവലിൽ യേശുവിന്റെ രക്ഷകൻ, അല്ലലില്ലാവലിൽ യേശുവിന്റെ രക്ഷകൻ. കാർമേഘത്തിനിരുളിൽ കൊടുങ്കാറ്റിൻ നടുവിൽ യേശുവൻ വെളിച്ചമായി കോട്ടയായി കാത്തിടും. യേശുവൻ വെളിച്ചമായി കോട്ടയായി കാത്തിടും. അന്ധകാരം തിങ്ങുമീ അന്ധമാം ലോകത്തിൽ, ഇരുളിനാകുലത്തിൽ ഏകനായി ഞാൻ മാറുമ്പോൾ, അന്ധകാരം തിങ്ങുമീ അന്ധമാം ലോകത്തിൽ, ഇരുളിനാകുലത്തിൽ ഏകനായി ഞാൻ മാറുമ്പോൾ, യേശുവിന്റെ സങ്കേതമാം എന്റെ കോട്ടയും യേശുവത്രേ. യേശുവിന്റെ സങ്കേതമാം എന്റെ കോട്ടയും യേശുവത്രേ. അല്ലലില്ലാവലിൽ യേശുവിന്റെ രക്ഷകൻ, അല്ലലില്ലാവലിൽ യേശുവിന്റെ രക്ഷകൻ. കാർമേഘത്തിനിരുളിൽ കൊടുങ്കാറ്റിൻ നടുവിൽ യേശുവൻ വെളിച്ചമായി കോട്ടയായി കാത്തിടും. യേശുവൻ വെളിച്ചമായി കോട്ടയായി കാത്തിടും. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവ് ദൈവമേ, വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഏഴകളായി ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, കോവിഡിൻ്റെ മഹാകെടുതി മൂലം കഷ്ടത്തിലും നഷ്ടത്തിലും വേദനയിലും യാതനയിലും വേർപാടിലുമായിരിക്കുന്ന ഒരു സമൂഹത്തെ അങ്ങ് ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന വാക്സിനുകൾ അനേക രാജ്യങ്ങളിൽ അനേകായിരങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് അതിന്മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രതിവിധിയായി പ്രതിരോധമായി എഴുന്നള്ളണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ കഴിവിലല്ല കർത്താവ്, ഞങ്ങളുടെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അവിടുത്തെ പൊന്മുഖത്തേക്ക് നോക്കുകയാണ്. ഈ കെടുതിക്ക് അറുതി വരുത്തുവാൻ യഹോവ തന്നെ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിവിധി പ്രതിരോധ ശുശ്രൂഷയിൽ ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുന്ന അതാണ്, യഹോവ തന്നെ ഇറങ്ങി വരണം, യഹോവ രക്ഷിക്കണം. ഹല്ലേലൂയ. കർത്താവേ, നീ പ്രവർത്തിക്കണമെന്ന് എൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ഒത്ത് പ്രാർത്ഥിക്കുന്ന അനേക സഹോദരിമാർ ആശുപത്രികളിൽ ശുശ്രൂഷ ചെയ്യുന്നു, സഹോദരന്മാർ പ്രവർത്തിക്കുന്നു. കർത്താവേ, എല്ലാവരും കർത്താവെ അങ്ങയുടെ വലിയ കാവലിൽ പരിരക്ഷിക്കപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും അങ്ങ് ഓർക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മഹാകെടുതിയിൽ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ ജോലികൾ നഷ്ടപ്പെട്ടും മറ്റ് കഷ്ടങ്ങളിലായും കർത്താവെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന അനേകായിരങ്ങൾ മുൻപിലുണ്ട്. കർത്താവ് അവരോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായത്തിനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണമേ. എങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവ്, അടിയനത് അറിഞ്ഞുകൂടാ. അങ്ങ് സഹായം എത്തിക്കണം. അവർക്ക് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ല, അങ്ങ് അവർക്ക് വഴി തുറക്കണം. ഹല്ലേലൂയ. കർത്താവ്, നീ പ്രവർത്തിക്കണമെന്ന് എൻ്റെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവ്, നീ ഓർക്കണമേ. നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവരുണ്ട്, അവരുടെ ഭയത്തെ മാറ്റണമേ. നീ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് എൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തുടർച്ചയായ മരുന്ന് കഴിക്കുവാൻ മാർഗമില്ലാതെ, മരുന്ന് വാങ്ങാൻ ഈ കെടുതിയിൽ മാർഗമില്ലാതെ സങ്കടപ്പെടുന്ന അനേകരുണ്ട് കർത്താവെ. തുടർമാനമായിട്ട് മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ കർത്താവെ ചികിത്സകൾ ഹല്ലേലൂയ പരാജയപ്പെട്ടു പോകുമല്ലോ. കർത്താവെ, നീ അവരോട് കരുണ ചെയ്യണം. അതിവേദനയിൽ നീ സൗഖ്യം നൽകണം. സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നീ സൗഖ്യമാണെന്ന് പ്രാർത്ഥിക്കുന്നു. നീ സൗഖ്യമാണല്ലോ. പ്രത്യേകിച്ച് കർത്താവെ, മറ്റ് പലവിധമായ ശാരീരിക അസ്വസ്ഥതകൾ മൂലം കർത്താവെ കണ്ണുനീരൊഴുക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ഓരോരുത്തരെയും നിൻ്റെ മുറിഞ്ഞ കരങ്ങൾ ഞാൻ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, അതേ ബെഥസ്ദാകുളക്കര 38 വർഷം ആരോരുമില്ലാതെ കിടന്ന ആ രോഗിയുടെ അടുത്തേക്ക് അങ്ങ് നടന്നു ചെന്നു. ഹല്ലേലൂയ. കർത്താവെ, നീ തൊട്ടു. അതേ കർത്താവെ, നീ തൊട്ട് സൗഖ്യമാക്കുന്ന കർത്താവാണെന്ന് അവൻ കേട്ടാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ അവന് നിന്നെ അറിയുവാനോ നിൻ്റെ അടുത്തേക്ക് വരുവാനോ മാർഗമില്ലാതിരുന്നിട്ടും അങ്ങ് അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവന് സൗഖ്യം കൊടുക്കുന്നത് ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ.
ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കഷ്ടതയിലും വേദനയിലുമായി സഹായത്തിന് കർത്താവെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മക്കളുടെ മേൽ അങ്ങയുടെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ ജോലി ഇല്ലാത്ത സഹോദരങ്ങൾ ജോലി നൽകുക മാത്രമല്ല, അവരെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾക്ക് ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായി നാട്ടിൽ വരുവാനുള്ള വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ യഥാസ്ഥാനപ്പെടുത്തണമേ കർത്താവെ. ഈ കെടുതി മൂലം 1 വർഷത്തെ പഠിത്തം നഷ്ടപ്പെട്ടു. കർത്താവിൻ്റെ ഭാവിയൊക്കെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ പ്രവർത്തിക്കണമെന്ന നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ നിൻ്റെ നിലവിളിക്കുന്ന കുറച്ച് ദമ്പതികളുണ്ട്. കഴിഞ്ഞ 1 വർഷക്കാലം ഞങ്ങൾ അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ കർത്താവ്, ഈ പുതിയ വർഷമെങ്കിലും നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. എങ്ങനെയാണ് കർത്താവ് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കുറവുകൾ ഓർക്കാതെ നീ അത്ഭുതം പ്രവർത്തിക്കുകയും കർത്താവെ നിൻ്റെ നാമത്തിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവ്, ദാമ്പത്യ ജീവിതം ആരംഭിക്കുവാൻ തക്കവണ്ണം നോക്കി പാർക്കുന്ന യൗവനക്കാരുണ്ട്. തടസ്സങ്ങൾ നിമിത്തം മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. അവരുടെ വിവാഹം ഈ പുതിയ വർഷം നടക്കുവാൻ തക്കവണ്ണം നീ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമേ. മദ്യപാനം മൂലം കർത്താവ് കുടുംബജീവിതങ്ങൾ നശിപ്പിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. കർത്താവിനെ രൂപാന്തരപ്പെടുവാനും മാനസാന്തരപ്പെടുവാനും ഹല്ലേലൂയ കടന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം തന്നെ അവരെ കർത്താവെ അവരുടെ ദുർമാർഗം വിട്ടുതിരിയുവാൻ മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തകരുന്ന കുടുംബജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല നല്ല ചെയ്ത കർത്താവ്. ഇപ്പോൾ കർത്താവെ, കുടുംബജീവിതം തകരുന്ന അവസ്ഥയിൽ നിന്നോട് നിലവിളിക്കുന്ന സാഹചര്യങ്ങളിൽ നീ ആ കുടുംബജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിൻ്റെ ക്ഷമയും നിൻ്റെ കരുണയും ഹല്ലേലൂയ കർത്താവെ നിൻ്റേതായിട്ടുള്ള സ്നേഹവും പകർന്ന് ആ കുടുംബങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ്, നാനാവിധ കഷ്ടങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കണമേ. നീ പ്രവർത്തനമേ. മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. നീ പ്രവർത്തിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലുള്ള എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ കരകൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ശുശ്രൂഷകൾ പോലും മുടന്തിപ്പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് മുൻപോട്ട് പോകുന്നത്. കർത്താവെ, നീ എന്നെ അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷകളെ കർത്താവെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭകളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എളിയ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഇന്നയോളം നീ നടത്തി കർത്താവെ, നീ ഞങ്ങൾക്ക് നായകനും നടത്തിപ്പുകാരനുമായി ഞങ്ങളെ വഴി നടത്തി. കർത്താവ് വേൾഡ് ടെലിവിഷനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവ് തന്നെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അനുഗ്രഹപ്രദമായി നടക്കുവാൻ സഹായിക്കണമേ. ഇതിൽ പ്രവർത്തിക്കുന്ന മക്കളെ യഥാസ്ഥാനപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ്, മ്യൂസിയം ഓഫ് ദ വേർഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ നാളുകളിൽ കർത്താവ് ജനങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത പ്രതിബന്ധങ്ങളാണ്. ആ പ്രതിബന്ധങ്ങളെ തകർത്ത് നീ എന്നെ വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടക്കുന്ന എല്ലാ ആതുര ശുശ്രൂഷകളും ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണമുള്ള എല്ലാ മുഖാന്തരങ്ങളും ഒരുക്കി അനാരോഗ്യങ്ങൾ മാറ്റി, കർത്താവ് അസ്വസ്ഥതകൾ മാറ്റി, അത് ഈ കെടുതിയെ ശമിപ്പിച്ച് അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത്രത്തോളം അടിനെ സ്നേഹിച്ച എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. തുടർന്നും കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിൻ്റെ മക്കൾക്ക് ആശ്വാസവും പ്രത്യാശയുമായി ബലവും കർത്താവ് സൗഖ്യമായി സാന്ത്വനമായി ബലഹീന അടിനെ എടുത്ത് ഉപയോഗിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പുതിയ കൃപകളാലും കരുണകളാലും ഈ പുതിയ വർഷം മുന്നേറുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയിൽ പരമാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുവാനാകണമേ. ആം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നാം ഈ കോവിഡ് മഹാമാരിയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് കോവിഡിനെ പ്രതിരോധിക്കുവാനും അതോടൊപ്പം തന്നെ അതിൻ്റെ വ്യാപനം തടയുവാൻ തക്കവണ്ണം കോവിഡ് വാക്സിനേഷൻസ് ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് പറയുവാറായിട്ടില്ല. ആദ്യത്തെ ഡോസ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ഡോസ് ഇനിയും നൽകുവാനുണ്ട്. എങ്കിലും അനേക ലക്ഷങ്ങൾക്ക് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ അത് അനുദിനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം കഷ്ടങ്ങളിലൂടെയും യാതനകളിലൂടെയും മാനവ സമൂഹം കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ദൈവസന്നിധിയിൽ ഇന്ന് അടുത്തു വന്നിരിക്കുന്നത്. കോവിഡിൻ്റെ മഹാമാരി മൂലം വ്യഥ അനുഭവിക്കാത്ത, കഷ്ടത ഇല്ലാത്ത ഒരു രാജ്യവുമില്ല. ലോകത്തെ എല്ലാ ജനതകളെയും അത് ബാധിച്ചിരിക്കുന്നു. ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലും അതിൻ്റെ വ്യാപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങളിൽ അത് വളരെ വേഗം പടരുന്നത് കൊണ്ട് അതിൻ്റെ പുതിയ ജനിതക വിഭാഗത്തെ പോലും കണ്ടെത്തിയിരിക്കുന്നു.
we find that the COVID pandemic is spreading rapidly. Many thought that it would die down with the second phase, but it is increasing with the third phase, and we find new strains of the same virus, which makes it very complicated as far as the vaccines are concerned. The vaccination process has started in many countries, and the results are yet to be got. But we hope and pray that it's going to work. Only the first dose is administered. We are still waiting for the second dose. So we are in such a situation, and we wait upon the results to come, good results to come. നാം നല്ല ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇംഗ്ലീഷിൽ പറയണമെന്ന ചില സഹോദരങ്ങൾ വീണ്ടും വീണ്ടും അപേക്ഷിച്ചിരിക്കുകയാണ്. ഫിലിപ്പൈൻസിൽ നിന്നും യുഎയിൽ നിന്നുമൊക്കെ പല സഹോദരങ്ങൾക്കും മലയാളം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ യൂറോപ്പിലും മലയാളികളുടെ മക്കൾക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രസംഗത്തിൽ രണ്ടും പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്യുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരസ്കരിക്കാനാകാത്തത് കൊണ്ട് ഞാൻ അതിനൊന്ന് പരിശ്രമിക്കുകയാണ്. I fully understand your eagerness to hear the message of God, because many of you are listening to this, though it is in Malayalam. Many of you who doesn't understand Malayalam are attending these meetings because of the great experience of the Holy Spirit that you are gaining by attending these meetings. You experience the power of the Holy Spirit, and that's why you want the message also to be translated in English. There are some technical difficulties. If there was somebody to translate it either in Malayalam or English, I would have put them together with me. The problem is that I am all alone. I can speak in English if somebody can translate into Malayalam. I can speak in Malayalam if somebody is translating in English. But in either case, a second hand is required, and that is not available. So, let us pray that the Lord provides the best means as possible. And I really pray that you understand everything what is going on here. May the Holy Spirit guide you. We were speaking about the present situation of this pandemic. Nobody can assure us of any outcome right now. ഇപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല. പ്രതിവിധിക്കും പ്രതിരോധത്തിനും വേണ്ടി നാം തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്രകാരമുള്ള കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും യാതനകളുടെയും വേദനകളുടെയും ഒക്കെ നടുവിൽ ദൈവജനം അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന അനേക സംഭവങ്ങൾ ദൈവജന ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ബൈബിൾ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മാനവ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള അപ്രകാരമുള്ള ബാധകളെയും പകർച്ചവ്യാധികളെയും ഒക്കെയും ദൈവജനം എങ്ങനെ നേരിട്ടു എന്ന്, എങ്ങനെ അതിന്മേൽ വിജയം നേടി എന്ന്, എങ്ങനെ അവർ സൗഖ്യം പ്രാപിച്ചു എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം ഈ വലിയ മഹാമാരിയുടെ നടുവിൽ നമുക്ക് മാർഗദീപമാണ്. The Bible clearly says how in the past children of God had overcome such pandemics, such disastrous situations, and hence the word of God should be our beacon in such a crisis. And we find many people have done mighty things for the Almighty God among such crises, and they have been lifted up by God for mighty things. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രതിബന്ധങ്ങളിൽ, കഷ്ടതയുടെ താഴ്വാരങ്ങളിൽ എങ്ങനെയാണ് അനേകർ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചതെന്നും ദൈവം അവരെ എങ്ങനെയാണ് ഉയർത്തിയതെന്നും തിരുവചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ അത് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലോ ദൈവത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണതയിലോ
മടുത്തു പോകാനുള്ള സാഹചര്യങ്ങളല്ല. പ്രത്യുത ദൈവത്തോട് പറ്റി നിന്ന് അനുഗ്രഹങ്ങൾ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരങ്ങളായിട്ട് നമുക്ക് മാറ്റുവാൻ കഴിയണം. When such crises come, we have to cling on to God. And we have to gain His blessings, graces, and His promises to go forward. പറ്റി നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് മലയാള ഭാഷയിൽ ശരിയായൊരു ഉപയോഗമല്ല. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് എനിക്ക് പറയുവാൻ കഴിയും. ക്ലിങ് ഓൺ, അള്ളിപ്പിടിച്ച് നിൽക്കണം. അതായത് അത്രമാത്രം ശക്തിയോടെ പറിച്ചു കളയുവാൻ കഴിയാത്ത അവസ്ഥയിൽ ദൈവത്തോട് പറ്റി നിന്ന് ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിച്ച ജീവിതയാത്രയിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. കോവിഡ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ യാതനകളും വേദനകളും പൊക്കി പിടിച്ചുകൊണ്ട് അല്ല ദൈവജനം മുൻപോട്ട് പോകേണ്ടത്. ഈ വലിയ മഹാമാരിയുടെ നടുവിൽ നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാം ഉയർത്തുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഈ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നത്? അത് നമ്മുടെ ചിന്തയിലുണ്ടാകണം, നമ്മുടെ പ്രവർത്തനത്തിലുണ്ടാകണം, നമ്മുടെ പ്രവൃത്തിയിലുണ്ടാകണം. നാം അങ്ങനെ ചിന്തിക്കുമ്പോൾ തിരുവചനത്തിൽ അപ്രകാരമുള്ള മഹാകഷ്ടത്തിൻ്റെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കരസ്ഥമാക്കിയ അനേകരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ദാനിയേൽ. We find Daniel is one such person who, amidst such a crisis, had clinged on to God. He was so much into the love of God. He was zealous for God. And we find that the Almighty God had lifted him up to a mighty position. You see, the meaning of the word Daniel is, God is my judge. ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതിയാകുന്നു. ദാനിയേലിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് വളരെ വ്യസനകരമായ ഒരു സാഹചര്യത്തിലാണ്. Daniel was a man who had served 4 kings. 4 രാജാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ അതിമഹത്തായ പദവിയിൽ വിരാജിച്ച ഒരു വ്യക്തിയാണ് ദാനിയേൽ. നാം ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ പൊടുന്നനവെയാണ് അവർ ഇപ്രകാരമൊക്കെയും ഉയർന്നത്, അല്ലെങ്കിൽ ദൈവം അവരെ ഉയർത്തിയെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനൊരു മഹത്തായ മാതൃകയാണ് ദാനിയേൽ. 4 രാജാക്കന്മാരെന്ന് പറയുമ്പോൾ നെബൂഖദ്നേസർ, ബെൽഷസ്സർ, ദാര്യാവേശ്, കോരശ്, 2 കൽദയ രാജാക്കന്മാർ, മേദ്യനായ രാജാവ്. അപ്രകാരം 4 രാജാക്കന്മാരുടേതായിട്ടുള്ള ഭരണസീമയിൽ സമുന്നതമായ സ്ഥാനമാനം വഹിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത പ്രവാചക ശ്രേഷ്ഠനും മഹാപുരുഷനുമായിരുന്നു ദാനിയേൽ. ദാനിയേലിന് തിരുവചനത്തിൽ അതിമഹത്തായ ഒരു സ്ഥാനമുണ്ട്. പക്ഷേ ദാനിയേലിൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് അധികമാരും ഒന്നും പഠിച്ചിട്ടില്ല, പഠിപ്പിക്കുന്നുമില്ല. എവിടെ നിന്നാണ് ദാനിയേൽ ജീവിതം ആരംഭിച്ചത്? ദാനിയേലിനെ ഇപ്രകാരം ഒരു പദവിയിലേക്ക് ഉയർത്തുവാൻ മുഖാന്തരം ഒരുക്കിയത് എന്താണ്? നമ്മത് പഠിക്കണം. ജീവിതത്തിൽ ഏറ്റവും അധികം വ്യഥകളിലൂടെയും വേദനകളിലൂടെയും പോയ മനുഷ്യനാണ് ദാനിയേൽ. അവൻ്റെ ബാല്യകാലം ഏറ്റവും വേദനാജനകമായിരുന്നു. അതെ, ദാനിയേൽ പ്രവചനം നാം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനു മുമ്പ് ഒരു വാചകം കൂടെ പറഞ്ഞ് ഈ പശ്ചാത്തലം ഇച്ചിരി വിശാലമായി പറയുന്നതിൻ്റെ കാരണം, വേദപുസ്തകത്തിലെ 5-6 വാക്യം പറഞ്ഞിട്ടങ്ങ് പോയാൽ പ്രസംഗം തീരുകയല്ല. എൻ്റെയും നിങ്ങളുടെയും അനുദിന ജീവിതത്തിൽ എങ്ങനെ അവർ ആർജിച്ച സ്ഥാനത്തെത്തുവാൻ കഴിയും, അവർ പ്രാപിച്ച ദൈവകൃപ എങ്ങനെയാണ് അവർ പ്രാപിച്ചത്, അങ്ങനെ പ്രാപിക്കുവാൻ കഴിയുമ്പോഴാണ് ദാനിയേലിനെ പോലെ എനിക്ക് നിങ്ങൾക്കും പ്രശോഭിക്കുവാൻ കഴിയുന്നത്. പലപ്പോഴും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല. ദുഷ്ടത ചെയ്യുവാനോ ദൈവത്തിൻ്റെ
പ്രവർത്തനത്തെ നശിപ്പിക്കുവാനോ ആർക്കും ആഗ്രഹമില്ല. പക്ഷേങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയണമെങ്കിൽ, നന്മ ചെയ്യുവാൻ കഴിയണമെങ്കിൽ, അതിനുവേണ്ടി തീരുമാനിച്ച് നാം ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വിളി നാം കേൾക്കുന്നവരാണ്. ദൈവം പലപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക കാര്യങ്ങളെയാണ് വിളിക്കുന്നത്. എന്നാൽ വിളിക്കുന്നവരെ എല്ലാം തിരഞ്ഞെടുക്കുന്നില്ല. നമ്മൾ ഒരു മിലിറ്ററിയിലെ ഒരു റിക്രൂട്ടിങ്ങിന് പോകുമ്പോൾ 100 കണക്കിന് ആളുകളാണ് വരുന്നത്. പക്ഷേ അവിടെ വരുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. നെഞ്ചളവ് ഇത്രമാത്രമായിരിക്കണം, ഹൈറ്റ് ഇത്രമാത്രമായിരിക്കണം. അപ്പോൾ അങ്ങനെ പലവിധമായ കാര്യങ്ങളുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ വിളികേട്ട് അനേകർ കടന്നു വരാറുണ്ട്. പക്ഷേങ്കിൽ ഈ വിളികേട്ട് കടന്നു വരുന്നവരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത ശേഷം തൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൊടുന്നനെ അവരെ ഏൽപ്പിക്കുകയല്ല, അതിമഹാദൗത്യങ്ങൾ അവരെ ഏൽപ്പിക്കുകയല്ല. പിന്നെയോ ദൈവം അവർക്ക് അതിനുള്ള അവസരങ്ങൾ നൽകുകയാണ്. ആ അവസരങ്ങൾ, ആ പരീക്ഷകൾ ജയിച്ചു വരുമ്പോഴാണ്, ആ പരീക്ഷകളുടെ പടവുകൾ ഒന്നൊന്നായി കയറുമ്പോഴാണ് ദൈവം സമുന്നതമായ പദവികളിലേക്ക് അവരെ ഉയർത്തുന്നത്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ ക്ലാസ് കയറ്റം പോലെയാണെന്ന് ഞാൻ പറയും. 1-ാം ക്ലാസ്സിൽ കഴിഞ്ഞു, കൊച്ചു പരീക്ഷയാണ്, പക്ഷേ അവിടെയും പരീക്ഷയുണ്ട്. 10-ാം ക്ലാസ്സിൽ ചെന്നാലും അവിടെയും പരീക്ഷയുണ്ട്. കോളേജിൽ ചെന്നാൽ അവിടെയും പരീക്ഷയുണ്ട്. MBBS ചെന്നാൽ അവിടെയും പരീക്ഷയുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾ ഓരോന്നും ജയിച്ച ശേഷം മാത്രമേ അടുത്ത പദവിയിലേക്ക് പോകുവാൻ കഴിയുള്ളൂ. ഞാൻ കൂടുതലായി വിശദീകരിക്കുമ്പോൾ ഈ പരീക്ഷകൾ നമുക്ക് വിചാരിക്കുന്നത് പലപ്പോഴും രോഗം, ബുദ്ധിമുട്ട്, കഷ്ടം, നഷ്ടം, വേദന, അതൊക്കെ പരീക്ഷകളുടെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിലും പരമോന്നതമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേങ്കിൽ നാം ദൈവത്തിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പരീക്ഷയുടെ ഒരു മുഖ്യ ഘടകം. നമുക്ക് അനേകമായ അവസരങ്ങൾ ഒന്നൊന്നായിട്ട് കടന്നു വരുമ്പോൾ, ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ അവസരങ്ങൾ എങ്ങനെയാണ് നാം ഉപയോഗിക്കുന്നത്, ആ അവസരങ്ങളോടുള്ള പ്രതികരണം എങ്ങനെയാണ്? പല രീതികളാകാം. പതുക്കെ നമുക്കതിനെ നേരിടാം, അല്ലെ കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് പ്രവർത്തിക്കാം. വരട്ടെ, സമയമുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ പല തലങ്ങളിലാണ് മനുഷ്യ മനസ്സ് ഓടി നടക്കുന്നത്. എന്നാൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ ചാടിപ്പിടിക്കുക, അതൊരു വ്യത്യാസമായ കാര്യമാണ്. സോ മെനി എ ടൈം when people are used by God, when God places them in great situations, when God entrusts them with mighty missions, we wonder how it is possible. You also have the same qualification like those people. But why only they are chosen? Only why they are chosen? Because they go forward through trials and tribulations victoriously. That's the most important thing. It's just as going through a classroom. When you go to school, class 1, class 2, class 3, you just, after each examination, you go up and up and up. But more than that, there's an important aspect, because many people, when you talk about trials and tribulations, there should not be any misunderstanding. You see, when you hear the call of the Almighty God and go forward, it is full of miseries and full of sicknesses, full of trials. No, that's a part of it, definitely. God wants to see how you endure that. That is definitely there. But more than that, there will be many opportunities around you. It all depends on how you grab those opportunities. I would say grab. When you grab those opportunities, not caring for the consequences, not bothered about the repercussions, and go forward, then God knows that He can use you in a mighty way. It is then that God begins to use you. Daniel is one such example. ദാനിയേൽ ഈ പറഞ്ഞൊരു വലിയ ഉദാഹരണമാണ്. അവൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ദാനിയേൽ 1-ാം അധ്യായം 3, 4, 5 വാക്യം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനോസിനോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മക്കളെ രാജസന്തതിയിൽ നിന്നും, ഇസ്രായേൽ മക്കളുടെ രാജസന്തതിയിൽ നിന്നും, കുലീനന്മാരിൽ നിന്നും ചില ചില യുവാക്കളെ കൊണ്ടുവരിക. ചില
യുവാക്കളെ കൊണ്ടുവരിക. അവർ അംഗവൈകല്യമില്ലാത്തവരും അവർ അംഗവൈകല്യമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും സമർത്ഥരും വിവേകശാലികളും വിവേചന ബുദ്ധിയുള്ളവരും രാജധാനിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യതയുള്ളവരുമായിരിക്കണം. അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കണം. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും അവരുടെ നിത്യവൃത്തിക്കുള്ള ഓഹരി നിശ്ചയിക്കും. ഇങ്ങനെ അവരെ 3 വർഷം വളർത്തിയ ശേഷം അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അപ്പോൾ യെരൂശലേം പിടിച്ചടക്കിയ നെബൂഖദ്നേസർ രാജാവ് അവിടുത്തെ ജനങ്ങളെ അടിമകളായിട്ട് കൊണ്ടുവന്നു. ദാനിയേലിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കൂട്ടുകാരായ 3 പേരും യെരൂശലേമിൻ്റെ പതനം കണ്ടവരാണ്. യെരൂശലേം ദേവാലയം കത്തിക്കരിയുന്നത്, അവരുടെ ഭവനങ്ങളെല്ലാം ഈ നെബൂഖദ്നേസർ രാജാവ് തകർത്ത് കളഞ്ഞത് കണ്ട സാക്ഷിയാണ് ദാനിയേൽ. അവൻ്റെ സ്നേഹിതരതെല്ലാം കണ്ടവരാണ്. എന്നിട്ട് നാം ഇന്ന് ചിന്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരെ യെരൂശലേമിൽ നിന്ന് ബാബിലോണിലേക്ക് കൊണ്ടുപോയത്. വലിച്ചിഴച്ച് അടിമകളായി ഏറ്റവും ക്രൂരമായ സാഹചര്യത്തിലാണ് ഈ യെരൂശലേമിലുണ്ടായിരുന്ന ജനങ്ങളെ ബാബിലോണിൽ കൊണ്ടുപോയത്. അവരടിമകളാണ്. അപ്പോൾ ഈ അടിമകളിൽ നിന്നും ചെറുപ്പക്കാരായ ഒരു പറ്റം യുവാക്കന്മാരെന്ന് പറയുവാൻ സാധ്യമല്ല, അപ്രകാരം നൈപുണ്യമുള്ള രാജപാരമ്പര്യമുള്ള രാജകുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ള അവരെ തിരഞ്ഞെടുത്ത് ബാബിലോണിലെ വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ച് അവരുടെ കൽദയ ഭാഷ അഭ്യസിപ്പിക്കണം. എന്നിട്ട് നെബൂഖദ്നേസർ രാജാവിൻ്റെ രാജധാനിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവരെ സജ്ജമാക്കണം എന്ന് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആ യൗവനക്കാരിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന 4 പേരാണ്. 1 ദാനിയേലായിരുന്നു, 2 ഹനന്യാവായിരുന്നു, മിശായേൽ, അതോടൊപ്പം അസരിയാവും. അപ്പോൾ ഇങ്ങനെ ഈ 4 ബാലന്മാരല്ല യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നവർ, അവരെ തിരഞ്ഞെടുത്തു. ആ വലിയ സമൂഹത്തിൽ നിന്ന് അവരോടൊപ്പം പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഏറ്റവും കോമണന്മാരായിട്ട് തിളങ്ങി വിളങ്ങേണ്ടതിന് അവർക്ക് രാജാവ് കഴിക്കുന്ന അതേ ഭക്ഷണം നൽകുവാൻ തക്കവണ്ണം, രാജാവ് കുടിക്കുന്ന അതേ വീഞ്ഞ്, നെബൂഖദ്നേസർ മഹാരാജാവ് കുടിക്കുന്ന അതേ വീഞ്ഞ് കൊടുക്കുവാൻ തക്കവണ്ണമാണ് ഷണ്ഡാധിപനോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പദവിയാണ്. അടിമകൾ പാർക്കുന്ന ലയങ്ങളിലല്ല അവർ പാർക്കുന്നത്. അവരെ തിരിച്ച് രാജാവിൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുവന്നു. ഇനി മുതൽ അവരുടെ വാസം അവിടെയാണ്. അവർക്ക് 3 വർഷത്തെ അഭ്യസനം നടത്താൻ പോവുകയാണ്. പക്ഷേ ആ 3 വർഷം പഠിക്കുന്നതോടൊപ്പം അവരുടെ ജീവിതചര്യയ്ക്ക് ഒരു മാറ്റം വരുത്തണം. രാജഭോജനം ഭക്ഷിക്കണം, മാത്രമല്ല രാജാവിൻ്റെ വീഞ്ഞ് കുടിക്കണം. രാജാവിൻ്റെ വീഞ്ഞെന്ന് പറയുമ്പോൾ മേൽത്തരം വീഞ്ഞ്, ഏറ്റവും മേന്മേറിയ വീഞ്ഞ്. തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും അത് സമ്മതമാണല്ലോ. പക്ഷേ ദാനിയേലിനും അവൻ്റെ കൂട്ടുകാർക്കും അത് സമ്മതമായിരുന്നില്ല. ഒന്നാമതായിട്ട് അവരുടെ പേര് മാറ്റി, കൽദയരുടെ പേര് നൽകി. ദാനിയേലിന് ബെൽത്തശസ്സർ എന്ന പേര് കൊടുത്തു. മറ്റ് 3 പേർക്കും ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന പേര് കൊടുത്തോട്ടെ. പക്ഷേങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭക്ഷണക്രമത്തിലുള്ള വ്യതിയാനം അവർക്ക് സാധ്യമല്ല. നാം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ രാജഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും സ്വയം അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി സംഭവിക്കാൻ ഇടവരുത്തരുതെന്ന് അവൻ ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഇത് ഞങ്ങൾക്ക് കുടിക്കുവാൻ സാധ്യമല്ല.
ഞങ്ങളുടെ ശരീരത്തിന് അശുദ്ധി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം ഇത് ഞങ്ങളുടെ ശരീരത്തിനെ അശുദ്ധമാക്കുന്ന വസ്തുക്കളാണ്. നിങ്ങളതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കണം. രാജകൽപ്പനയാണ്. അതിനെ തിരസ്കരിച്ചാൽ രാജധാനിയിൽ നിന്ന് നേരെ അവർ പോകുന്നത് അവരോടൊപ്പം വന്നിരിക്കുന്ന അടിമകളുടെ സങ്കേതത്തിലാണ്. മാത്രമല്ല, രാജകൽപ്പന തിരസ്കരിച്ചതുകൊണ്ട് കഠിനമായ ജോലികളിലേക്ക്, കഠിനമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ പുറന്തള്ളും. പക്ഷേ ദാനിയേൽ അതൊന്നും ഭയപ്പെട്ടില്ല. ദാനിയേൽ ഒരു വെല്ലുവിളി അവിടെ ഉയർത്തുകയാണ്. ഷണ്ഡാധിപനോട് പറഞ്ഞു, ഞങ്ങൾക്ക് 10 ദിവസത്തെ സമയം തരൂ. 10 ദിവസം ഞങ്ങൾ രാജാവിൻ്റെ ഭോജനമോ നിഷിദ്ധമായെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാജാവിൻ്റെ ഭോജനം എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് നിഷിദ്ധമായ പല ഭോജനങ്ങളും അതിനകത്തിലുണ്ട്. കാരണം അവർ കൽദയരല്ലേ. അത് ഞങ്ങൾ കഴിക്കുകയില്ല. സസ്യാഹാരം മാത്രം, അതോടൊപ്പം വീഞ്ഞു കുടിക്കുകയില്ല, വെള്ളം മാത്രം. So these 4 men were chosen, the youth, the young men, they were chosen, but conditionally. They were supposed to be trained in the palace of the king Nebuchadnezzar. And they had to eat the same food what the king was eating and drink the same wine. That means that's a great privilege, such rich food and the most delicious wines they had to drink. It was for 3 years. The training was for 3 years. And we find Daniel refusing it. But it's going to defile him. And we find all were Jews. All those who were chosen were Jews. All the young men. It's not that these 4 people only were chosen. Amongst the big crowd that were chosen, because thousands of young men were caught and brought along with the elderly people. You see, they all were captives. So among them, among the great many who were chosen to be trained, only 4 people. Daniel was the leader. He refused. And he told the chief of the eunuchs, you see, give us 10 days time. We will just have vegetarian food and we'll drink cold water. Just plain water. And after 10 days, you see, compare us with the other people whom you are giving this delicious food. Please make a comparison. And in case, if there is something lacking, then we would follow the king's advice. 10 ദിവസം പരീക്ഷിക്കുക. 10 ദിവസത്തെ പരീക്ഷണം കഴിഞ്ഞ് എന്തെങ്കിലും ബലഹീനതകൾ എന്ന് പറയുമ്പോൾ മറ്റൊരു വലിയ സംഭവം കൂടുണ്ട്. അവർ യഹൂദന്മാർ തന്നെയാണ്. അവരും അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നവരാണ്. അവരുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ അതെ, ഞങ്ങൾ രാജകൽപ്പന അനുസരിക്കാം. നാം മനസ്സിലാക്കുമ്പോൾ ദൈവം ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ചു. 9-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ ദൃഷ്ടിയിൽ ദയയും കരുണയും ലഭിക്കുവാനിടയാക്കി. നാം ദൈവത്തിന് വേണ്ടി പറയുമ്പോഴും നിൽക്കുമ്പോഴുമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഷണ്ഡാധിപന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. എപ്പോൾ? ഉത്തരവ് ഉറപ്പിടിപ്പിച്ചപ്പോഴല്ല, ധൈര്യമായിട്ട് അതിനെ എതിർത്തപ്പോൾ, ദൈവനാമത്തിൽ വെല്ലുവിളിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചേ മതിയാകൂ. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ച ഷണ്ഡാധിപൻ ഇവരെ വിളിച്ചു വരുത്തി. 15-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. 10 ദിവസം കഴിഞ്ഞ ശേഷം അതെ, അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല യുവാക്കളുടെയും മുഖത്തെ അപേക്ഷിച്ച് അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരെന്നും കണ്ടു. രാജഭോജനം കഴിച്ച, രാജാവിൻ്റെ വീഞ്ഞു കുടിച്ച ചെറുപ്പക്കാരെക്കാൾ അഴകുള്ളവരും പുഷ്ടിയുള്ളവരുമായിട്ട് ഈ 4 പേരെ കണ്ടു. അത് ആദ്യത്തെ പരീക്ഷയാണ്. അതിനെ അവർ വിജയിച്ചു. അപ്പോൾ അവർ രാജധാനിയിൽ തന്നെ മുൻപോട്ട് പോകുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. എന്നാൽ
സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. കണ്ട സ്വപ്നം മറന്നുപോയി. ദേശത്തെ എല്ലാ മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി, ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി അതിൻ്റെ അർത്ഥം പറയാൻ പറയുന്നു. എന്തുവാ ഞാൻ കണ്ട സ്വപ്നം? അപ്പോൾ ശകുനവാദികളെ വിളിച്ചു വരുത്തി അവർ പറയുകയാണ്, ഇപ്രകാരം ഒരാളൊരു സ്വപ്നം കണ്ട് ആ സ്വപ്നം എന്താണെന്ന് പറയുന്ന ഒരു ചരിത്രം ലോകത്തിലില്ല. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? രാജാവ് കണ്ട സ്വപ്നം ഞങ്ങളെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ സ്വപ്നം പറയണം. ഇപ്പം ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നം പറഞ്ഞാൽ അതിനെ വിവേചിക്കുവാൻ കഴിയും. പക്ഷേ രാജാവ് എന്താണ് കണ്ടത് രാജാവിന് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഉടൻ രാജാവ് ഉത്തരവിട്ടു, ഇവരെ എല്ലാം കൊന്നുകളയണം. നിശ്ചിത സമയം കൊടുത്തു. ആ സമയത്തിന് മുൻപ് ഞാൻ കണ്ട സ്വപ്നം എന്തെന്ന് മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്യുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിൽ എല്ലാവരെയും കൊന്നുകളയും. അവരുടെ ഭവനങ്ങളെ കുപ്പക്കൂരുകളാക്കും. Well, I forgot to translate the former part. Yes, we find after 10 days they were much better looking than their colleagues who had taken the king's food and drank the wine. So we find the Lord was acting on them. And then in those days, the king had a dream. And as he woke up in the morning, he forgot all about the dream. He doesn't know what exactly he dreamt, but he knows that he had a dream. So he called forth all the astrologers and all the soothsayers and told them, I need to know what dream it was, and I want to know how it's going to act and what exactly is the meaning of the dream. Then the soothsayers and all the astrologers said, wise men, all of them said together, we cannot know what exactly is the dream you had. You have to tell us the dream and then we can try to interpret it. Other than that, we don't know. So then the king told them, so I give you a specific time. If you don't come and tell me about the dreams, and if you don't interpret it, I am going to kill all of you and make your homes dunghills. നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളിത് പറയുന്നില്ലെങ്കിൽ നിങ്ങളെ കൊന്നൊടുക്കുക മാത്രമല്ല, നിങ്ങളുടെ ഭവനങ്ങളൊക്കെ കുപ്പക്കൂടുകളാക്കും. അതെ, ഈ ഗണത്തിൽ ദാനിയേലും കൂട്ടുകാരും പെടും. 2-ാം അധ്യായത്തിന് 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൊല്ലുവാൻ അന്വേഷിച്ചു. ദാനിയേലിനെയും കൂട്ടുകാരെയും കൊല്ലുവാൻ അന്വേഷിച്ചു. കാരണം അവർ ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. നിശ്ചിത സമയം അടുക്കുകയാണ്. ദാനിയേൽ വിവരം അറിഞ്ഞു. രാജാവിൻ്റെ അടുക്കൽ ചെന്നു, രാജാവ്, എനിക്ക് അല്പസമയം ആവശ്യമുണ്ട്, ഞാനിതിൻ്റെ അർത്ഥം പറയാം, രാജാവ് കണ്ട സ്വപ്നം പറയാം, പക്ഷേ എനിക്ക് അല്പസമയം ആവശ്യമുണ്ട്. രാജാവ് സമ്മതിച്ചു. അങ്ങനെ ദാനിയേൽ കൂട്ടുകാരുടെ അടുത്തേക്ക് വരികയാണ്. 17-ഉം 18-ഉം വാക്യം വായിക്കുമ്പോൾ, പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരായ ഹനന്യാവും മീശായേൽ അസര്യാവ് എന്നിവരോട് കാര്യം അറിയിച്ചു. ദാനിയേലും സ്നേഹിതന്മാരും ബാബിലോണിലെ മറ്റു വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിക്കേണ്ടതിന് തന്നെ. ദാനിയേൽ എന്ന് വിവരം പറയുകയാണ്. അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതിൻ്റെ പരിണതഫലം കാണുകയാണ് 19-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രിയിൽ ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ കടന്നു വരുമ്പോൾ, സഹോദരി, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ, ആ ദൈവത്തിന് നിന്നെ ഏത് പ്രതിസന്ധിയിലും വഴി നടത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. രാജാവിൻ്റെ ആ വലിയ കൽപ്പന കേട്ട് ഭയപ്പെടുകയല്ല. എല്ലാ വിദ്വാൻമാരെയും എല്ലാവിധമായ ശകുനവാദികളെയും മന്ത്രവാദികളെയും കൊന്നൊടുക്കും എന്നുള്ള കൽപ്പനയിൽ ദാനിയേലും അവൻ്റെ കൂട്ടുകാരും ഉണ്ട്. കാരണം ആർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഒന്നും പറയുവാൻ കഴിയാതിരിക്കുന്നു, അവരെ എല്ലാം കൊന്നൊടുക്കുവാൻ ആർക്കും പറയാൻ കഴിയുന്നില്ല.
എന്നാൽ അവിടെ ദാനിയേലും കൂട്ടുകാരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രിയിൽ ദൈവം അവർക്ക് ദാനിയേലിന് അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ദാനിയേൽ രാജാവിനെ തിരുമുഖം കാണിക്കാനായിട്ട് ചെന്നു. രാജാവിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ് 26-ാം വാക്യത്തിൽ, ബെൽഷസർ എന്ന പേരുള്ള ദാനിയേലിനോട് രാജാവ് ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിക്കുവാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അതിന് ദാനിയേൽ മറുപടി നൽകുകയാണ് 22-ാമത്തെ വാക്യത്തിൽ, എങ്കിലും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവികാലത്ത് സംഭവിക്കാനിരിക്കുന്നതും നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും കിടക്കയിൽ നിന്ന് തിരുമനസ്സിനുണ്ടായ ദർശനങ്ങളും ഇതാകുന്നു. അങ്ങനെ അദ്ദേഹം അത് പറയുകയാണ്. സോ വി ഫൈൻഡ് God revealing the dream to Daniel and makes him understand what exactly is the meaning of that. So Daniel approaches the king and tells him, explains to him what exactly it is, and tells him there is a God who can definitely reveal all secrets. And we find in verse 46 what happens. 46-ാമത്തെ വാക്യത്തിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവനൊരു വഴിപാടും സൗരഭ്യ ധൂപവും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. സ്വപ്നമെല്ലാം മനസ്സിലായി. എന്നിട്ട് രാജാവ് അത് കേട്ടപ്പോൾ അവൻ്റെ കാൽപാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ്. എന്നിട്ടാണ് അതിമഹത്തായ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ, രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവന് അനേകം വിശിഷ്ട സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബിലോൺ സംസ്ഥാനത്തിനൊക്കെയും അധിപനും ബാബിലോണിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനുമാക്കി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സമയം വൈകിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എങ്ങനെയാണ് ദാനിയേൽ ബാബിലോണിൻ്റെ അധിപതിയായത്? നെബൂഖദ്നേസർ രാജാവിൻ്റെ സാമ്രാജ്യത്തിലെ സകലവിധമായ അധികാരികൾക്കും എന്ന് ഞാൻ പറയുമ്പോൾ മന്ത്രവാദികളെ, ശകലവാദികളെ, വിദ്വാൻമാർ എന്ന് വേണ്ട, അങ്ങനെയുള്ള സകലരുടെ അധിപനാക്കി ദാനിയേൽ നിമിത്തം ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ ബാബിലോണിലെ താക്കോൽ സ്ഥാനങ്ങളിൽ ആക്കി വെച്ചു. കാരണം എന്താണ്? ദാനിയേലിനോടൊപ്പം 100 കണക്കിന് മറ്റുള്ളവരും തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അവരും രാജാവിൻ്റേതായിട്ടുള്ള ആ വലിയ കളരിയിൽ 3 വർഷത്തെ അഭ്യസനത്തിന് വന്നിരിക്കുകയാണ്. എന്നാൽ ദാനിയേലിനെയും ശദ്രക്, മേശക്, അബേദ്നെഗോയും മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. ദാനിയേലിന് അതിമഹത്തായ സ്ഥാനം രാജാവ് നൽകുവാൻ തക്കതിനുവണ്ണം ദൈവം ദാനിയേലിനെടുത്ത് ഉപയോഗിച്ചു. എന്തുകൊണ്ട്? ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണ്. അടിമയുടെ അവസ്ഥയിൽ നിന്ന് കൊട്ടാരത്തിലെ അതിമഹത്തായ സ്ഥാനത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അവരുടെ മുൻപിൽ വെച്ച് കത്തിക്കപ്പെട്ട, ചാരമാക്കപ്പെട്ട യെരൂശലേം ദേവാലയം, തകർക്കപ്പെട്ട ഭവനങ്ങൾ തുടങ്ങിയ അനേകമായ മുറിപ്പാടുകളോട് കടന്നു വരികയാണ്. അടിമപ്പണി ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്ന് ദൈവം അവരെ അതിമഹത്തായിട്ടുള്ളൊരു സ്ഥാനത്തേക്ക് പരിശീലനത്തിൽ അയക്കുമ്പോൾ രാജാവിൻ്റെ നിബന്ധനകൾക്ക് വഴങ്ങാതെ തങ്ങളെ അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാവിധമായ കാര്യങ്ങളെ അവർ മുറിച്ചു കളയുകയാണ്. നമുക്ക് തോന്നിയാൽ ഇതൊരു കൊച്ചു കാര്യമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്ഥിതി വലിയ കാര്യമാണ്. കാരണം അവർ ദാനിയേൽ നിന്നത് അവൻ്റെ ദൈവത്തിനുള്ള വിശ്വാസം കൊണ്ടാണ്. അവൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ വിരുദ്ധം പ്രവർത്തിക്കില്ല എന്നുള്ള നിർബന്ധം കൊണ്ടാണ്. ദൈവം അവർക്ക് പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ചെറുതായാലും വലുതായാലും അത് മുറുകെ പിടിച്ച് നിന്നതുകൊണ്ടാണ് അതിമഹത്തായ പദവിയിലേക്ക് അവർ ഉയർത്തപ്പെട്ടത്. അതുകൊണ്ട് ഈ വലിയ കെടുതിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാകും. പക്ഷേ കൊച്ചു കാര്യങ്ങളിൽ പോലും
അത്യുന്നതനായ ദൈവത്തിനോട് വിശ്വസ്തമായി നിന്നുകൊണ്ട് അവൻ്റെ നാമമഹത്വത്തിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം അത്ഭുതകരമായി നമ്മുടെ മുന്നിലുള്ള യോർദാൻ പിളർന്നു കളയും, ഒരു സംശയവും വേണ്ട. അങ്ങനെ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ കൊടുമുടിയിലേക്ക് കടന്നു കയറുവാൻ തക്കോണം, അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യം നേടുവാൻ തക്കോണം അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നേറിയ ദാനിയേലും ശദ്രക് മേശക് അബേദ്നെഗോവും നമ്മുടെ ഈ കെടുതിയുടെ തമ്മിൽ നമുക്ക് മാതൃകകളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഈ മഹാകെടുതിയുടെ നടുവിലും ദാനിയേലിനെ പോലെ വിശ്വാസ സ്ഥിരതയോടെ അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാനും അങ്ങയുടെ പ്രമാണങ്ങളിൽ പറ്റി നിൽക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഈ വചനം കേട്ട ഓരോരുത്തരെയും സഹായിക്കണം. അവിടുത്തെ നാമത്തിലുള്ള മഹത്വപ്പെടണമെന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവിൻ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ബാബു, ബേബി, ബെൻ, ബെവിൻ ആൻഡ് ബെനിൽ, ടൊറന്റോ.